നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏറെ കാലത്തിന് ശേഷം നമ്മൾ മലയാളത്തിൽ ഇറങ്ങിയ ഒരു വെബ് സീരീസിന്റെ വിശേഷമാണ്. കേരള ക്രൈം ഫയൽസ് സീസൺ 2. കേരള ക്രൈം ഫയൽസ് 2 കൊല്ലം മുന്നേ ഇറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വെബ് സീരീസാണ്. അഹമ്മദ് കബീറാണ് സിനിമ അല്ലെങ്കിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സീസൺ 2 ദിവസം മുന്നേ ആയിരുന്നു ഇറങ്ങിയത്. 6 എപ്പിസോഡുള്ള 45 മിനിറ്റ് മാത്രം ദൈർഘ്യം, 6 എപ്പിസോഡ് ടോട്ടൽ. അവസാനത്തെ എപ്പിസോഡ് മാത്രം 45 മിനിറ്റ്, ബാക്കി എല്ലാം 20-25 മിനിറ്റ്. ടോട്ടൽ ഡ്യൂറേഷൻ ഏകദേശം ഒരു 3-3.5 മണിക്കൂർ വരും. ഇതാണ് ഇതിൻ്റെ ഒരു ദൈർഘ്യം. പിന്നെ ഇതിൻ്റെ എഴുതിയിരിക്കുന്നത് ബാഹുൽ രമേഷും ആഷിഖും. എനിക്ക് തോന്നുന്നു നമ്മുടെ കിഷ്കിന്താകണത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററുള്ള ഒരാൾ ഇതാണ്, ബാഹുലാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാല്, അജു വർഗീസ്, പിന്നെ അർജുൻ രാധാകൃഷ്ണൻ, പിന്നെ നമ്മുടെ ഇന്ദ്രൻസ് ഉണ്ട്, ഹരിശ്രേഷ് അവനുണ്ട്, ഷിൻസ് ഖാൻ ഉണ്ട്, നവാസ് വെള്ളിക്കുന്നുണ്ട് എന്ന് വേണ്ട ഒരു പറ്റം ഒരുപാട് താരങ്ങളുണ്ട്. അത്യാവശ്യം വെച്ചാൽ നമ്മൾ ഓർത്തിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അത്രയ്ക്ക് താരങ്ങൾ ഇത് സിനിമയ്ക്കകത്ത് വെബ് സീരീസിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഇത് ഭയങ്കര എക്സലന്റ് മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മളിത് കാണാനിരിക്കുന്നത്. 2-3 എപ്പിസോഡ്, ആദ്യത്തെ 2-3 എപ്പിസോഡ് കിടിലമായിരുന്നു. ദെൻ 4th എപ്പിസോഡ് മുതൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു രണ്ട് എപ്പിസോഡ്, 3ാമത്തെ എപ്പിസോഡൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നത് കുറച്ച് ഡൗൺ ആയ പോലെ തോന്നി. പിന്നെ അങ്ങോട്ട് ഇതിങ്ങനെ, പക്ഷെ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന രീതിയിൽ നടക്കും. ഒരു റിയലി പോലീസ് അന്വേഷിക്കുന്നത് നമ്മൾ സിനിമയിൽ കാണുന്നവരായിരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുന്നു, ഒരു CCTV ഇത് കിട്ടുന്നു, ഉടനെ അത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ആൾ ചെല്ലുന്നു, പ്രതിയെ പിടിക്കുന്നു, അങ്ങനെ സംഭവം റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കില്ല എന്നുള്ളതാണ്. വളരെ നിരാശാജനകമായ കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ വഴിമുട്ടിപ്പോവും. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ബോംബെ കണ്ണൂർ സ്കോഡിനകത്തൊക്കെ സംഭവം ഏകദേശം അതുപോലെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തേക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഒരു ഭയങ്കര ഡ്രാഗിങ് ആയിട്ട് പോലെ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കേരള ക്രൈം ഫയൽസിന്റെ സീസൺ 1 ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഇത് മോശമാണെന്നല്ല, അവസാനത്തെ 2 എപ്പിസോഡ് കൊള്ളായിരുന്നു, നല്ല രീതിയിൽ ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് അത് എൻഡ് ചെയ്യിക്കുന്നുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി നോക്കി കഴിഞ്ഞാൽ ഒരു അബ്സല്യൂട്ട് മസ്റ്റ് വാച്ച് ആയിട്ടൊന്നും എനിക്ക് ഈ സീരീസ് തോന്നിയില്ല. എന്നാലും ഇതിന് പറയുന്ന കാരണങ്ങളും എല്ലാം അല്ലെങ്കിൽ മോട്ടീവ് എന്താണെന്നൊക്കെ പറയണത് കൺവിൻസിങ് ആണ്. പക്ഷെ എന്നാലും സ്റ്റിൽ എവിടെയോ ചില ചോദ്യങ്ങളൊക്കെ ഇതിൽ 2 പേരെ വല്ല കൊല്ലണതായിട്ട് കാണിക്കേണ്ടത്, അതിനകത്ത് ഒരാളെ കൊന്ന എന്തിനാന്നുള്ളത് ഉത്തരം എനിക്ക് കിട്ടിയില്ല. ചിലപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. ബട്ട് ചില കാര്യങ്ങളിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തോന്നി, അല്ലെങ്കിൽ ഒരു ബാക്കി വെച്ച പോലെയാണ് എനിക്ക് ഇത് സീരീസ് തോന്നിയത്. എന്തായാലും മൊത്തത്തിൽ അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു അഭിപ്രായം, 2-3 പരിപാടികൾ ബാക്കിയുള്ള അഭിപ്രായം കേട്ടപ്പോഴും അങ്ങനെയൊക്കെ തന്നെ തോന്നി. കാരണം അത് ഭയങ്കര ദിശ മാറി പോണ പോലെയൊക്കെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ വേറൊരു രീതിയിൽ ദിശ മാറി പോണ പോലെയൊക്കെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവസാനം കൺവിൻസ് ചെയ്തു. ഏറ്റവും നല്ല ഇനി പെർഫോമൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ക്രൈം ചെയ്യുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് നല്ല റോൾ കിട്ടുന്നത്. ക്ലാസ് ആയിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു അഭിനയം. പിന്നെ സെക്കൻഡ് പറയണമെന്ന് തോന്നുന്നത് അർജുൻ രാധാകൃഷ്ണൻ, ഹീറോ സെൻട്രൽ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് വളരെ കൺവിൻസിങ് ആയിരുന്നു. വളരെ മനോഹരമായിട്ട് അർജുൻ ആ റോൾ ചെയ്ത്, ഉള്ളൊഴുക്കിലെ കഥാപാത്രമൊക്കെ ചെയ്ത് അർജുൻ രാധാകൃഷ്ണൻ വളരെ നൈസായിട്ടാണ് സെൻട്രൽ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തു. ദെൻ അടുത്ത പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇന്ദ്രൻസിനും പിന്നെ ഹരിശേഷവനും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല. പക്ഷെ അവരുള്ള സമയം ഒരു കത്തി എന്ന് പറഞ്ഞാൽ തീ പോലെ അഭിനയിച്ചു. എസ്പെഷ്യലി ശേഷവൻ്റെ ലുക്ക് വൈസ് തന്നെ ഭയങ്കര ഉണ്ടാക്കിയിട്ടുണ്ട്, രസമായിട്ട് ചെയ്തിട്ടുണ്ട് 2 പേരും. പിന്നെ ലാലിൻ്റെ പെർഫോമൻസ്, ലാലിന് ഒരുപാട് പെർഫോം ചെയ്യാനൊന്നുമില്ല, എങ്കിലും ലാലിൻ്റെ റോള് നന്നായിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ പറയുകയാണെങ്കിൽ അജു വർഗീസ് വളരെ കൺവിൻസിങ് ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഒരു ഇരുത്തം വന്ന പോലീസ് ഓഫീസർ എങ്ങനെ ചെയ്യുന്നോ അതുപോലെയാണ് അജു വർഗീസ് പെർഫോം ചെയ്തത്. കിടിലമായിരുന്നു. ഒരു എന്താണ് ക്ലീൻ ആക്ടിങ് ഒക്കെയാണ്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലാത്ത രീതിയിൽ. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിതാണ് അഭിപ്രായം. പക്ഷേ എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യം, കേരള ക്രൈം ഫയൽ സീസൺ 1-നെക്കാളും പ്രൊഡക്ഷൻ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലെ ക്വാളിറ്റി വൈസ് ഒരുപാട് നന്നായിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ അത്രയും എൻഗേജ് ചെയ്യിച്ച അത്രയും വലിയ സംഭവം സെക്കൻഡ് സീസണിൽ എനിക്ക് അത്രയും തോന്നിയില്ല. ഭയങ്കര സൂപ്പറാണെന്ന് എല്ലാവരും പറയുമ്പോഴും നമുക്ക് പേഴ്സണലി തോന്നണമല്ലോ അത് സൂപ്പറാണെന്ന്, എന്നാലാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ.
ഓഫ് കോഴ്സ് ഇത് കാണാം, മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞ കാറ്റഗറി പെടില്ല എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്, കണ്ടു നോക്കാവുന്നതാണ് ഡെഫിനറ്റായിട്ടും. എനിക്ക് അത്ര വലിയ ഇടയ്ക്കൊക്കെ ഒരു കണക്ഷൻ പോയ പോലെ തോന്നും. ഇതാണ് ഇതിൻ്റെ അകത്ത് കേരള ക്രൈം ഫയൽസ് സീസൺ 2 വിശേഷങ്ങൾ. ഹിഷാം അബ്ദുൽ വഹാബാണ് മ്യൂസിക് വളരെ രസമായിട്ട് ചെയ്തത്. ക്യാമറ നന്നായിട്ടുണ്ടായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പ്രൊഡക്ഷൻ ക്വാളിറ്റി വൈസ് സീസൺ 1 ഒരുപാട് നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ കുറച്ചുകൂടെ കാശ് മുടക്കിയെടുത്തത് പോലെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കാണാൻ റിച്ചായിരുന്നു, രസമായിട്ട് അത് എടുത്തിട്ടുണ്ട്. സംവിധാനമൊക്കെ ഒന്നും പറയാനില്ല, കിടലമാണ്. ബട്ട് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് വൈസ് സ്ക്രീൻ പ്ലേ വൈസിട്ടാണ് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെറിയ മിസ്സിംഗ് ഒക്കെ പോലെ തോന്നി. ഇതാണ് എനിക്ക് തോന്നിയ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വെബ് സീരീസിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.